Hi everyone, welcome to the new session of Corporate Governance. Today we are going to discuss about financial reporting. See, corporate governance financial reporting കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ for every company അവരുടെ financial information they have to pass it to the shareholders and different users. So അവർക്ക് കൊടുക്കുന്ന സമയത്ത് it should be reliable and it should be free from bias and it should make like enable comparison between the other companies. So അതിനു വേണ്ടി തന്നെ നമ്മളുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ കോഡ് ഓഫ് കണ്ടക്ട് ഫ്രെയിം ചെയ്തുള്ള OECD കോഡ് ഓഫ് കണ്ടക്ട് പറയുന്ന ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി കുറെ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ഒരു കമ്പനി ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ആദ്യം പറയുന്നത്. സോ വൺ ബൈ വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കമ്പനി ഷുഡ് ഇൻക്ലൂഡ് ഇറ്റ്സ് ലൈക്ക് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനികളുടെ മേജർ ഷെയർ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്, എങ്ങനെയൊക്കെയാണ് വോട്ടിംഗ് റൈറ്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇഫ് ദർ ഈസ് എനി ഇഷ്യൂ റിലേറ്റഡ് വിത്ത് ദ എംപ്ലോയീസും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിസ്ക് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഫ്രെയിംവർക്കിന്റെ ക്വാളിറ്റി ഒരു സെർട്ടൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ ഫിനാൻഷ്യൽ ആരെങ്കിലും കൊണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യിപ്പിക്കലല്ല, ആ ഒരു സെർട്ടൻ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, റിപ്പോർട്ടിംഗ് ചെയ്യാൻ. അതുപോലെ തന്നെ ആനുവൽ ഓഡിറ്റ് എപ്പോഴും ചെയ്യേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ അല്ല, ഹി ഷുഡ് ബി റിയലി കോമ്പിറ്റന്റ് ആൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആയിരിക്കണം. ആൻഡ് ദിസ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ഹാവ് ടു ബി ലൈക്ക് റിയലി എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു അവരുടെ ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇവർ ഓഡിറ്റ് കൺസിഡർ ചെയ്യാൻ. അല്ലാതെ ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് കമ്പനിക്ക് ഫേവറബിൾ ആയിട്ട് ആവരുത് ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ എപ്പോഴും ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഹാവ് ടു ബി ഗോൺ ത്രൂ എ പ്രോപ്പർ ചാനൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി റീച്ച് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ഒരു എൻഡ് യൂസേഴ്സിന് കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കണം. അത് ഒരു എക്സ്പെൻസീവ് ആയിട്ടല്ല, മാക്സിമം കോസ്റ്റ് കുറച്ചിട്ട് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം കമ്പനി സൈഡിൽ നിന്ന്. സോ ഇതാണ് OECD പ്രൊവിഷൻസ് പറയുന്നത്. OECD കോഡ് ഓഫ് കണ്ടക്റ്റില് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ട് വരുന്ന രണ്ട് ടൈപ്പ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഇന്റേണൽ റിപ്പോർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ എക്സ്റ്റേണൽ റിപ്പോർട്ട്. ഇന്റേണൽ റിപ്പോർട്ട്, എക്സ്റ്റേണൽ റിപ്പോർട്ട് ആ പേരിൽ അല്ലെങ്കിൽ ആ ടേമിൽ തന്നെ ഉണ്ട് എന്താണ് ഇന്റേണൽ, എന്താണ് എക്സ്റ്റേണൽ എന്നുള്ളത്. ഇന്റേണൽ റിപ്പോർട്ട് മെയിൻലി പ്രിപ്പയർഡ് ബൈ ദ മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആണ്. അവർ അക്കൗണ്ടൻസ് തന്നെയായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻലി കൺസേൺഡ് വിത്ത് ദ കമ്പനീസിന്റെ ഒരു മാനേജ്മെന്റ് പ്രോസസ്, പ്ലാനിങ്, കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്റേണൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഇന്റേണൽ റിപ്പോർട്ട്സിൽ മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ലൈക്ക് റുട്ടീൻ റിപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ലെവൽ റിപ്പോർട്ട് ഉണ്ട്. സോ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ റുട്ടീൻ റിപ്പോർട്ട്. റുട്ടീൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്, റുട്ടീൻ ആയിട്ട് പീരിയോഡിക്കൽ ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിക്ക് ആവശ്യം വരുന്ന ഓപ്പറേഷൻസിൽ വരുന്ന റിപ്പോർട്ടുകളെ കുറിച്ചാണ് റുട്ടീൻ റിപ്പോർട്ടിൽ പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ദ സ്പെഷ്യൽ റിപ്പോർട്ട്. സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്നില്ല, റുട്ടീനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ല. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക. ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്, സോ അതിനൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു IPO ഇറക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് ഇൻസ്റ്റൻസ് വരുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വരുന്ന റിപ്പോർട്ടാണ് മാനേജ്മെന്റ് ലെവൽ റിപ്പോർട്ട്. കാരണം ലൈക്ക് നമ്മളിപ്പോ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്. നമുക്ക് ഒരു ലോവർ ലെവൽ മാനേജ്മെന്റിന് അല്ലെങ്കിൽ ലോവർ ലെവൽ ഒരു പർട്ടിക്കുലർ ഒരു ഫോർമാനോ സൂപ്പർവൈസറിനോ ആവശ്യമുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ചെയർമാനിന് ചിലപ്പോൾ ആവശ്യമുണ്ടാവുന്ന വരില്ല. അതുപോലെ തന്നെ മേജർ ഡിസിഷൻ എടുക്കുന്ന ചെയർമാനിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബോർഡിന് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് നമ്മൾ ഫോർമാൻ ആവശ്യമായിട്ട് വരുന്നില്ല. സോ ഈച്ച് ലെവൽ ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഹാവ് ടു ബി സബ്മിറ്റഡ്. ബേസ്ഡ് ഓൺ ദാറ്റ് ലൈക്ക് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ഒരു സെപ്പറേറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലോവർ ലെവലിലുള്ള സൂപ്പർവൈസേഴ്സിനും ഫോർമാൻസിനും സെപ്പറേറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ ഈച്ച് ലെവൽ ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഹാവ് ടു ബി പ്രസന്റഡ്. സോ അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ലെവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഓൾ ദ 3 ടൈപ്സ് ഓഫ് ഇന്റേണൽ റിപ്പോർട്ട്.
ഇനി എക്സ്റ്റേണൽ റിപ്പോർട്ടിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടു ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്പനി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ 1 by 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഗവൺമെന്റിനാണെങ്കിൽ ഇതോടൊപ്പം ആനുവൽ റിപ്പോർട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം ഇപ്പൊ ഗവൺമെന്റ് ആണ് സ്പെസിഫിക് ആയിട്ട് ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സെപ്പറേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സോൾവൻസി പൊസിഷൻ, അതിന്റെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി, ഇപ്പോൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കുറെ ലിസ്റ്റിംഗ് റിക്വയർമെന്റ് ഉണ്ട്, ഡിഫറെന്റ്, അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെയുണ്ട്. ദാറ്റ് ഹാവ് ടു ബി സബ്മിറ്റഡ് ബൈ ദ കമ്പനി. സോ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ റിപ്പോർട്ടിൽ വരുന്നത്. Now moving on to the provisions of the Companies Act. നമ്മളിപ്പോ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 കുറെ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോ OECD പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഓരോ കമ്പനികളും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവിഷൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് 1 by 1 നോക്കാം. സോ പ്രൊവിഷൻസിന് ആദ്യം വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിൻജന്റ് ലയബിലിറ്റീസിനെ കുറിച്ചാണ്. കമ്പനി ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ക്യാപിറ്റൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ച്, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലൈക് മാനേജറിയൽ റെമ്യൂണറേഷൻ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്, ഡിവിഡൻഡ് എത്ര കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ്. സോ അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഡയറക്ടേഴ്സ് റിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡിസ്ക്ലോഷർ, അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എങ്ങനെയാണ്, ആ റെമ്യൂണറേഷന്റെ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ അടുത്ത് പറയുന്നത് the proceeds from the new issue. ഇപ്പോൾ ഡിഫറെന്റ് മെത്തേഡ്സിലുള്ള ന്യൂ ഇഷ്യൂ ഉണ്ട്. അത് ഏത് ടൈപ്പ് ആണെങ്കിലും ശരി, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് എങ്ങനെയാണ്, എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു റിപ്പോർട്ട്, അതിന്റെ കംപ്ലയൻസ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും മറ്റുള്ള ഡിസ്കഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കീ ഡിസ്കഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കമ്പനീസ് ആക്ട് 2013 പ്രൊവിഷൻസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പറയുന്നത്. സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ടോപ്പിക് കൂടെയുണ്ട്, ദാറ്റ് ഈസ് IFRS. IFRS എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. വൺസ് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ ഒരു രാജ്യത്ത് മാത്രമല്ല ഓരോ കമ്പനികളും ബിസിനസ് ചെയ്യുന്നത്, പല രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ വിദേശ ഫോറിനേഴ്സ് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇവിടുത്തെ കമ്പനിക്ക് അവിടെ എക്സ്പോർട്ടിംഗ് ഉണ്ടാവും, ഇമ്പോർട്ടിംഗ് ഉണ്ടാവും, ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ടാവും. നമ്മളെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലായിരിക്കും പ്രിപ്പയർ ചെയ്യുക. പക്ഷെ ഇവർക്ക് US ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടുത്തെ നമുക്ക് ഇൻകം കിട്ടുന്നതൊക്കെ ഡോളേഴ്സിലായിരിക്കും. അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിലാണെങ്കിൽ അവിടുത്തെ കറൻസിയിലായിരിക്കും നമുക്ക് ഇൻകം വരിക. സോ ഇറ്റ് ഹാവ് ടു ബി കൺവേർട്ടഡ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ബ്രാഞ്ച് ഈ ഒരു രീതിയിലായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അതേസമയം US ഒരു ബ്രാഞ്ച് ആണെങ്കിലോ അവര് ഡോളേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ US ഗ്യാപ്പ് ഫോളോ ചെയ്തിട്ടായിരിക്കും അവിടുത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. സോ ഇത് നമ്മളൊരു കമ്പാരിസണിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഡിഫറെന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ട് വരുമ്പോൾ ഒരു കമ്പാരിസന് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്നതാണ്. എപ്പോഴും കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആവും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ് പർട്ടിക്കുലർ ഡിഫിക്കൽട്ടി, what the accounting international organization എന്താണ് തീരുമാനിച്ചതെന്ന് വെച്ചാൽ there should be uniformity in preparing a financial report. ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു യൂണിഫോം ലാംഗ്വേജ് വേണം, യൂണിഫോം അക്കൗണ്ടിംഗ് ലാംഗ്വേജ് വേണം. അതിനു വേണ്ടിയിട്ടാണ് IFRS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ലൈക്ക് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇന്റർനാഷണലി അക്കൗണ്ടിംഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ US ഗ്യാപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അത്തരം, അല്ലെങ്കിൽ UK അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കമ്പനികളാണെങ്കിലും, സോ ഇന്റർനാഷണലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് ലാംഗ്വേജ് ആണ് IFRS എന്ന് പറയുന്നത്. അറൌണ്ട് ലൈക്ക് 140 നേഷൻസ് വരെ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അതിനൊരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്.
സോ ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് എവറി വൺ ഈസ് ക്ലിയർ വിത്ത് ദ കൺസെപ്റ്റ്. ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്, കമന്റ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു കൺസെപ്റ്റുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.